വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ നടത്തിയ പ്രതികരണങ്ങളിലേക്ക്. എല്ലാ സ്ഥലത്തും UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം. എവിടെയും BJP രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ പോകുന്നില്ല. എല്ലാ സ്ഥലത്തും മൂന്നാം സ്ഥാനത്തെ BJPക്ക് സ്ഥാനമുണ്ടാവുകയുള്ളൂ. ഏതായാലും മുഖ്യമന്ത്രിയുടെ മോഹങ്ങൾ പൊലിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം ഇടതുമുന്നണി ഗവൺമെന്റിനെതിരായും കേന്ദ്ര ഗവൺമെന്റിനെതിരായുള്ള അതിശക്തമായ ജനവികാരം പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. കേരളം മുഴുവൻ UDF-ന് അനുകൂലമായൊരു കാറ്റ് വീശുകയാണ്. അതിൽ പിണറായി വിജയൻ സർക്കാരും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരും കടപുഴകി വീഴും എന്ന് തന്നെയാണ് ഞങ്ങളുടെ. ശ്രീ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം UDF-ന് 20 നിയോജക മണ്ഡലത്തിൽ ഒരു വലിയ പ്രയോജനമാണ് ഉണ്ടാക്കിയത്, വലിയ ആവേശമാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പരാജയം തുറന്നു കാട്ടാൻ UDF-ന് സാധിച്ചു. ഈ ഗവൺമെൻറ് ഭരണത്തിൻ്റെ എല്ലാ മെഷീനറിയും പരിപൂർണമായിട്ട് ദുരുപയോഗപ്പെടുത്തിയാണ്. ശ്രീ രാഘവൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. രാഘവനെ എനിക്ക് നന്നായിട്ടറിയാം, എത്രയോ വർഷക്കാലമായിട്ടറിയാം. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്തിൽ രാഘവൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ട്രാക്ക് റെക്കോർഡാണ് പ്രധാനം. ആ ട്രാക്ക് റെക്കോർഡ് വിശ്വസിക്കാമെങ്കിൽ രാഘവനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിൽ അവിശ്വാസം ഉണ്ടാകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് തലേദിവസം അദ്ദേഹത്തെ നോൺ ബെയിലബിൾ വാറണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ സാധ്യമല്ല. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തരത്തിൽ ഭരണം ദുരുപയോഗപ്പെടുത്തിയ, അതുമാത്രമല്ല പണത്തിൻ്റെ കൊടുപ്പ് ഇതുപോലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ടോ? 952 മുതലുള്ള ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് പരിശോധിക്കൂ. ഇതുപോലെ പണക്കൊടുപ്പുണ്ടായിട്ടൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എവിടെ നിന്നാണ് ഇത്ര? മഹാഭൂരിപക്ഷം വോട്ടർമാർ എത്രയും വേഗം കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതോടൊപ്പം കേരളത്തിലെ നല്ല ഭൂരിപക്ഷം ആൾക്കാർ ഇപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് ഒരു പാഠം പഠിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവരുമാണ്. ശബരിമലയുടെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച നരേന്ദ്രമോദി ഗവൺമെൻറ്റിനും പിണറായി വിജയൻ ഗവൺമെൻറ്റിനും ഒരുപോലെ താക്കീത് നൽകും.